കുറെ ദിവസമായി എൻ്റെ സ്കൂട്ടിയുടെ ടയർ ഒന്ന് മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും എൻ്റെ വണ്ടിയുടെ ടയർ മാറ്റണം. കുഴപ്പമില്ലാണ്ട് കുറച്ച് പൈസ കയ്യിലുള്ളതല്ലേ, എന്തായാലും ടയർ ഇന്ന് അങ്ങ് മാറ്റാം. അയ്യോ, ആരൊക്കെ വലിയ കാറിലൊക്കെ ടയർ മാറ്റാനൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും അവർ വലിയ പണക്കാരനാവും. എന്തായാലും അവരുടെ ടയറൊക്കെ അങ്ങ് മാറ്റി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ടയർ അങ്ങ് മാറ്റാം. ഹലോ റിപ്പയർ ചേട്ടാ, എനിക്കെന്ന് പറഞ്ഞാലേ നല്ല സൂപ്പർ ടയർ വേണം കേട്ടോ. കാർ കാണുമ്പോൾ തന്നെ ആൾക്കാർ ടയറൊക്കെ അങ്ങ് നന്നായിട്ട് നോക്കണം. അതുപോലെ നല്ല സൂപ്പർ ടയറൊക്കെ എനിക്ക് വേണം. അങ്ങനത്തെ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഇത് എടുത്തോട്ടോ. പിന്നെ ഒരു മിനിറ്റ് കേട്ടോ, പുറത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട്. അല്ലോടാ, എന്താ നിനക്ക് വേണ്ടത്? റിപ്പയർ ആക്കുന്ന ഏട്ടാ, എനിക്കും അതെ അയാൾ പറഞ്ഞ പോലത്തെ ഒരു ടയർ കിട്ടും. നല്ല കാണുമ്പോൾ തന്നെ സൂപ്പർ ആയിട്ട് തോന്നുന്ന ഒരു ടയർ എനിക്കും കിട്ടുമോ? ഈ കാറാണോ നിന്റെ കാറ്? ഇതിനെ പറ്റിയ ടയർ നല്ല സൂപ്പർ ഉണ്ടടാ. അയ്യോ ചേട്ടാ, ആ കാറല്ല, ഇതേ കാണുന്ന ഈ സ്കൂട്ടി ഇല്ലേ, ഇതിന്റെ ഫ്രണ്ട് ടയറാണ് എനിക്ക് മാറേണ്ടത്. അയ്യേ, ഈ തുക്കട സ്കൂട്ടിയുടെ ടയർ മാറ്റാൻ വേണ്ടിയിട്ടാണ് നീ വന്നത്? എടാ, ഇതൊക്കെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ടയർ മാറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ നീ തുക്കട വണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമില്ല. അത് നിന്റെ ഈ സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്ത് ടയർ വെച്ചുതരാൻ? ഇവിടെ നീ വേണമെങ്കിൽ അപ്പുറത്തൊരു സൈക്കിൾ കട ഉണ്ടാവും, അവിടെ പോയിട്ട് നീ വല്ല ടയർ കിട്ടുമോ നോക്കി നോക്ക്. അയ്യേ, ഈ കാലത്ത് ഇപ്പോഴും ഇങ്ങനെ ഈ തുക്കട സ്കൂട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇവർക്കൊന്നും ഈ സ്കൂട്ടി നിർത്താറായില്ലെന്നാവോ? ഒരു ടയർ മാറ്റാൻ വന്ന എന്നൊക്കെ എന്തിനാ ഇവരിങ്ങനെ കളിയാക്കണെന്നാവോ? ഇവർക്ക് ടയർ ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്തായാലും ഈ സ്കൂട്ടി കൊടുത്ത് എനിക്ക് നല്ല കാറ് മേടിക്കണം. നീയാണോ കാറ് മേടിക്കാൻ പോണേ? അതിനൊക്കെ നല്ലത് പോയി തൂങ്ങിച്ചാവണത്. ഒന്ന് പോയി തൂങ്ങിച്ചത്തേടാ. ഇവരുടെ അഹങ്കാരം എന്തായാലും ഒരു ദിവസത്തോണ്ട് അങ്ങ് മാറ്റണം. ഒരു സ്കൂട്ടി എനിക്ക് കൊടുത്തിട്ട് നല്ലൊരു കാറ് മേടിക്കണം, എന്നിട്ട് ഇവരുടെ മുന്നിൽ അങ്ങ് ഷോ കാണിക്കാൻ എനിക്കും വരണം.